ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ BR ബുഷിംഗ് ഒക്കെ കാര്യങ്ങളുമാണ്. അപ്പോൾ നമ്മൾ സ്കോഡായിട്ട് നമ്മൾ കളിക്കുകയാണ്. അപ്പോൾ ഗൈസ് നമ്മൾ ഇറങ്ങാൻ പോകുന്നത് കേപ്പ് ടൗണിലാണ് ഗൈസ് ഇറങ്ങാൻ പോകുന്നത്. അപ്പോൾ ഗൈസ് നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് നമ്മൾ ഇറങ്ങിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഗണ്ണെടുക്കാൻ പോകുമ്പോൾ എനിക്ക് യോമ്പി തന്നെ കിട്ടി ഗൈസ്. ലെവൽ 2 ബാഗും കിട്ടിയിട്ടുണ്ടായി. അപ്പോൾ തന്നെ ഞാൻ അപ്പുറത്തെ വീട്ടിലെ പോയിട്ട് അവിടെ കയറിയപ്പോൾ VSK അന്ന് സ്നൈപ്പർ പ്ലെയറാണ്, അതുകൊണ്ട് എനിക്ക് VSK കിട്ടിയിട്ടുണ്ടായി അവിടെ നിന്ന്. അതേപോലെ തന്നെ M24ഉം കിട്ടിയിട്ടുണ്ടായി. അപ്പോൾ തന്നെയാണ് ഗായ്സ് എൻ്റെ കൂട്ടുകാരൻ എനിക്ക് ഡ്രോപ്പിൽ നിന്ന് ഇത് കിട്ടിയത് AW. അപ്പോൾ ഇത് ഞാൻ VSK മറ്റേ DW എടുത്തിട്ടുണ്ടായി. അങ്ങനെ ഞാൻ അവിടെ ഓടിയപ്പോഴാണ് അവിടെ ഫൈറ്റ് എടുക്കുന്ന കാര്യം ഞാൻ കേട്ടത്. സ്കോഡായിട്ട് അധികം ആൾക്കാരുണ്ടായില്ല ഗൈസ്, അതുകൊണ്ട് നമ്മൾ 3 പേരുണ്ടായുള്ളൂ. അപ്പുറത്ത് വേറൊരു ടീമേറ്റ് ആയിരുന്നു. അപ്പോഴത്തേക്ക് അവൻ അടിക്കാൻ പോകുന്നുണ്ടായി ഗൈസ്. അപ്പോൾ തന്നെ ഞാൻ അവിടെ ഒരു എനിമീനെ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായി. ഞാൻ പതുക്കെ വോക്കുവാൻ്റെ പവറോട്ട് പോവുകയാണ് ഗൈസ്. അപ്പോൾ തന്നെ ഞാൻ ഒരു ഷോട്ട് കൊടുത്തു, പക്ഷേ കൊണ്ടില്ല. ഞാൻ പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ ഗൈസ് നമ്മുടെ ടീമേറ്റ് നല്ല അടി കൊടുത്തുണ്ടായി. ഞാൻ അടിച്ചു, 1 കൊണ്ട് 150 കയറി. അപ്പോഴത്തേക്കും ഞാൻ മറ്റേ പവർ ഇട്ട് കൊടുത്തു. നമ്മളെ ടീമേറ്റ് നോക്കായി. ആ മേളിൽ നിന്നാണ് അടിച്ചത്. ഞാൻ പൊക്കി കൊടുത്തു. പിന്നെ ഗ്ലൂ ആളിട്ട് ഞാൻ ഡ്രോൺ ഇട്ടിട്ട് അപ്പുറത്തെ ബാക്ക് വഴി പോകാൻ പോവുകയും അപ്പോഴത്തേക്ക് എൻ്റെ ടീമേറ്റ്സ് അവനെ കൊന്നളഞ്ഞു ഗൈസ്. അങ്ങനെ എനിക്ക് കില്ലൊന്നും കിട്ടിയില്ല. അപ്പോഴാണ് ഗൈസ് ഞാൻ ആ വീട്ടിലെ ഗ്ലൂ കണ്ടത്. ഗ്ലൂവിന് അങ്ങോട്ട് കയറാൻ നിർത്തി എനിക്ക് ആ വീട്ടിൻ്റെ മുകളിൽ നിന്ന് അടി കിട്ടി. അപ്പോൾ ഞാൻ AW അങ്ങോട്ട് വെച്ച് ഒരു അടി കൊടുത്തു, അത് കൊണ്ടില്ല. പിന്നെ ഒരു അടി കൊടുത്തു. അപ്പോൾ തന്നെ 2 അടി കൊടുത്തപ്പോൾ തന്നെ ഞാൻ പടായി. അങ്ങനെ അടുത്തവനെ കൊല്ലാൻ വേണ്ടി കയറിയ ഗ്ലൂ അടിച്ച് പൊട്ടിക്കുകയാണ്. അങ്ങനെ അത് പൊട്ടിച്ചു. അവിടെ ആരും ഉണ്ടായില്ല. ഞാൻ പിന്നെ അവിടെ നിന്ന് ലൂട്ടൊന്നും എടുക്കാണ്ട് അപ്പുറത്തെ സൈഡ്. അപ്പോൾ നമ്മൾ ആ ടീമേറ്റിൻ്റെ കയ്യിൽ ആർസനൽക്ക് ഉണ്ടായി, അത് തുറക്കാൻ വേണ്ടി പോയതാണ് ഗൈസ്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായി, അവൻ നമ്മളെ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു. ഗൈസ് തുറന്ന് കയറിയപ്പോൾ തന്നെ നമുക്ക് ഗ്ലൂ ആയിട്ട് അതിന് റിവെഞ്ച് കിട്ടാൻ ഞാൻ കയറിയപ്പോൾ അവൻ ഗ്ലൂവിൻ്റെ ഉള്ളിൽ കൂടെ പോയി ഗൈസ്. അങ്ങനെ കുറേ ഇതുണ്ടായി. അങ്ങനെ അതിൽ AW ഉണ്ടെന്ന് വിചാരിച്ച് കയറിയപ്പോൾ ഒന്നും ഉണ്ടായില്ല. അങ്ങനെ നമ്മൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി. ഗൈസ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായി. അവിടെ ഡ്രോപ്പ് ഉണ്ടായി. നമ്മൾ ഡ്രോപ്പിലേക്ക് പോവുകയാണ്. ഡ്രോപ്പിൽ AW ഉണ്ടെന്ന് വിചാരിക്കുന്നു. പോയി നോക്കുക. നമ്മൾ ഡ്രോപ്പിലിരിക്കുകയാണ് ഗൈസ്. എന്തെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. അപ്പോഴാണ് നമ്മളെ സൈഡിൽ കൂടെ ഒരു ബൈക്ക് പോകുന്നത്. അതിന് ഞാൻ നോക്കി എന്നാൽ അത് കറങ്ങിയാണ് പോകുന്നത്. കുറച്ച് കഴിയുമ്പോൾ അത് പോയി കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഈ ഡ്രോപ്പിൽ തന്നെ ഇരുന്നു, എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചു. അപ്പോൾ ഗൈസ് ഒന്ന് കിട്ടിയിട്ടൊന്നുണ്ടായില്ല. SPD ആയിരുന്നു, അതാണ് നമ്മുടെ ടീമേറ്റ് തന്നെ എടുത്തിട്ടുണ്ടായി. അങ്ങനെ നമ്മൾ പീക്കിലേക്ക് പോവുകയാണ് ഗൈസ്. നമ്മൾ പീക്കിലും കാര്യങ്ങളൊക്കെ എത്തിയപ്പോഴാണ് ഒരു ലൂട്ട് ബോക്സ് നിന്ന് എനിക്ക് കാർണേറ്റ് കിട്ടി. അത് ചിപ്പ് വെച്ചിട്ട് ഒരു അപ്ഗ്രേഡ് ചിപ്പ് വെച്ചിട്ട് ഒരു 1 ആക്കിയിട്ടുണ്ടായി. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞ് അപ്പോഴത്തേക്കും നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഗൈസ് അവിടെ അടിയുണ്ടെന്ന് പറഞ്ഞ് എൻ്റെ കൂട്ടുകാരൻ്റെ കൂടെ ഞാൻ പോവുകയാണ്. DC ഷോക്ക്. ഞാൻ സ്കോപ്പ് ഇട്ട് നോക്കിയ ഒരുത്തനെ കണ്ടില്ല. അപ്പോൾ അതിൽ കൂടെ ഒരുത്തൻ പോകുന്നു. എൻ്റെ ടീമേറ്റ് നല്ല അടി കൊടുക്കുന്നുണ്ടായി. ഞാൻ അടിച്ചൊന്നും കൊണ്ടില്ല. ലാസ്റ്റ് ഒരു അടി കൊടുത്തപ്പോൾ അവൻ നോക്കായി. അങ്ങനെ ആ കില്ല് ഞാൻ ഫിനിഷ് ചെയ്ത് തിരിഞ്ഞ് നോക്കിയപ്പോൾ എനിക്ക് നല്ല അടി കിട്ടി. ഞാൻ ആ കല്ലിൻ്റെ ബാക്കിൽ നിന്നൊക്കെ നിൽക്കുമ്പോഴും എനിക്ക് നല്ല അടി കിട്ടുന്നുണ്ടായി. അപ്പോഴാണ് ഞാൻ ഇങ്ങനെ പുല്ലിട്ടിട്ട് അവിടെ നിൽക്കുമ്പോൾ മെഡടിക്കുകയായിരുന്നു. മെഡടിക്കാൻ സമയം തന്നില്ല, അവന്മാരെന്നെ അടിച്ചു.
ഞാൻ നോക്ക് നമ്മുടെ കില്ല് ഫിനിഷ് അങ്ങോട്ട് ചെയ്യുന്നത്. അപ്പോഴാണ് ഞാൻ കണ്ടത് ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ മാറിക്കളഞ്ഞ് അടിക്കാൻ സമയം കിട്ടില്ല. അപ്പോൾ ഞാൻ മറ്റേ കണ്ണ് വെച്ചിട്ട് ഗ്ലൂ വാളിട്ട് നല്ല ഡാം കൊടുത്തു. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു ആ കില്ല് നീ എടുക്കല്ലേ, എനിക്ക് വേണം, എൻ്റെ കില്ലാണ്. അങ്ങനെ ഞാൻ ആ കില്ലെടുത്തില്ല, അവനിക്ക് കൊടുത്തു. അങ്ങനെ നടക്കുമ്പോഴാണ് ഗായ്സ് അവിടെ നിന്ന് നമുക്ക് അടി കിട്ടിയത്. എൻ്റെ ടീമേറ്റ് അവനെ ഓടിച്ചൊന്ന് അടിക്കണ്ടായി. അപ്പോൾ ഗായ്സ് എനിക്ക് നല്ല ഡാമോ കാര്യങ്ങളും ഞാൻ കൊടുത്തു. എന്നിട്ട് ചത്തില്ല. 56 150 കൊടുത്താണ് ചത്തില്ല. ലാസ്റ്റ് ഞാൻ കയറി ചെന്ന് അടിച്ചപ്പോൾ പിന്നെ ഒരു 150 കൊടുത്തു, എന്നിട്ടും ചത്തില്ല. എന്നിട്ട് അവൻ ടീമേറ്റ് കുമ്മിക്കൊണ്ടുപോയി ഗായ്സ്. അടിയിലേക്ക് പോവുകയാണ്. അവിടെ എപ്പോഴാണ് മറ്റേ ഡ്രോപ്പിൻ്റെ അവിടെ എനിമി നിൽക്കുന്നത് കണ്ട് നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. നമ്മൾ അങ്ങോട്ട് പോയപ്പോഴാണ് ഗായ്സ് നമ്മൾ ടീമേറ്റ് നോക്കാവുകയും ചെയ്ത്. അത് മാത്രമല്ല നമ്മൾ ആ ഡ്രോപ്പ് എടുത്തവൻ അവൻ പറന്ന് പോവുകയും ചെയ്ത് ഗായ്സ്. കില്ലും പോയി, ടീമേറ്റും പോയി. അങ്ങനെ നമ്മൾ ഡ്രോപ്പിൽ പിന്നെ AW ഉണ്ടാകാൻ നോക്കാൻ ചെന്നപ്പോൾ അതിലും ഉണ്ടായില്ല. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ നിന്നു, ലാസ്റ്റ് വരെ അവിടെ നിന്നു. അങ്ങനെ അവിടെ നിന്നിട്ട് AW കിട്ടിയില്ല. ലാസ്റ്റ് ഞാൻ തിരിഞ്ഞ് അങ്ങോട്ട് പോയി. ടീമേറ്റൊക്കെ നല്ല അടിയാണ്. 6 കില്ലൊക്കെയാണ് ഗായ്സ്, 7ആയിപ്പോൾ. നല്ല അടിയാണ്. ഞാൻ ചെന്ന് കുമ്മാൻ നോക്കി, പക്ഷെ എനിക്കൊരു കില്ലും കിട്ടിയില്ല ഗായ്സ്. ഞാനപ്പോൾ ടീമേറ്റ് നല്ല അടി അടിക്കുന്നത് അവൻ്റെ പുറകെ പോകാമെന്ന് വിചാരിച്ചാണ്. അവൻ അവിടെയും കില്ല് വാരാണ് ഗായ്സ്. അപ്പോഴാണ് അവിടെ സ്കോഡ് പോകുന്നത്. ഞാൻ അടിച്ചു, ഒന്നും കൊണ്ടില്ല. പക്ഷേ എൻ്റെ ടീമേറ്റ് അടിച്ചു, അവനും കൊണ്ടില്ല. നല്ല ഡാം കൊടുത്തിട്ടുണ്ടായി നമ്മുടെ ടീമേറ്റ്. അങ്ങനെ ഞാൻ കുറച്ചടി കൊടുത്തു, വന്നിട്ട് അവൻ ചത്തിയില്ല. അപ്പോൾ ഞാൻ മറ്റേ തോക്കച്ച് ഗ്ലൂ വന്നിട്ട് നല്ല അടി കൊടുത്തു. നല്ല ഡാം ഉണ്ടായി അവന്മാർക്ക്. അപ്പോൾ ഒരുത്തനിക്ക് നല്ല 150 കൊടുത്തു ഞാൻ. അവന്മാരവിടെ സ്കോഡായിട്ട് നിൽക്കുകയാണ് ഗായ്സ്. എനിക്കിട്ട് കിട്ടുന്നുണ്ട്. ഞാൻ ഒരുത്തനെ നോക്കാക്കി, പിന്നെ ഒരുത്തനെ നോക്കാക്കി. ഇപ്പോൾ ഞാൻ അങ്ങോട്ട് ചെല്ലിപ്പോൾ അവന്മാരുടെ ടീമേറ്റാണ് മെഡടിക്കുകയാണ് ഗായ്സ്. എനിക്ക് മനസ്സിലാകാനോട്ടിരുന്നത്. അവരാണെങ്കിൽ എനിക്ക് നല്ല ഡാമും കാര്യങ്ങളൊക്കെ തന്ന്. ഞാൻ അപ്പോഴത്തേക്കും ഊക്കം കിട്ടും. അവനിക്ക് പിന്നെ ഒരു ഡാം കൊടുത്ത്. അങ്ങനെ ഗ്ലൂ ഇട്ടു. ഞാൻ സോണിൻ്റെ പുറത്തേക്ക് വന്ന് നല്ല അടി കൊടുത്തു. അവനിക്ക് 5 HP ഞാൻ അവനെ കൊന്നു ഗായ്സ്. അപ്പോഴാണ് ബാക്കിൽ നിന്ന് അടിക്കുന്നത്. അപ്പോഴത്തേക്കും ഞാൻ കവർ എടുത്തിട്ട് പോയൊക്കെ മെഡടിച്ചു. അപ്പോഴാണ് ഗായ്സ് ഞാൻ കണ്ടത് എൻ്റെ സൈഡിൽ നിന്ന് നേരെ വരുന്ന എനിമീനെ. ഞാൻ 150 കൊടുത്തു. അപ്പോഴത്തേക്കും അവൻ്റെ ടീമേറ്റ് ബാക്കിൽ നിന്ന് അടിച്ചു. അവർക്കൊരു 150 കൊടുത്തു. അപ്പോഴത്തേക്കും മറ്റും അടിച്ചു. അവനെ നോക്കാം. അവനങ്ങനെ പടാക്കി പറ്റവും വന്നു. അവനാണെങ്കിൽ അവിടെ മെഡടിക്കുകയാണ്. ഞാനും എനിക്ക് ലൈഫ് ഉണ്ടാകാറുണ്ട്, ഞാനും മെഡടിച്ചു. അപ്പോഴത്തേക്കും ഞാൻ മറ്റേ പവർ ഇട്ട് കൊടുത്തു. അവൻ വരുമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്കും ഞാൻ നല്ല ഡാം അങ്ങോട്ട് കൊടുക്കാം പോയപ്പോൾ തന്നെ എന്നെ അടിച്ചിട്ടു ഗായ്സ്. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എന്തോ ഒരു അടിയാണ് കിട്ടിയത്. ഞാൻ അത് ഇട്ടപ്പോൾ തന്നെ എനിക്ക് അവിടെ നിന്ന് അടിയിട്ട് ഗ്ലൂ പൊട്ടിച്ചു. പിന്നെ ഒരു ഗ്ലൂ ഇട്ടു, അതും പൊട്ടിച്ചു. അപ്പോൾ ഞാൻ കാർ എടുത്ത് പോകാമെന്ന് വെച്ചപ്പോൾ കാറും കത്തിച്ചു. അങ്ങനെ ഞാൻ കാറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഗ്ലൂ ഇട്ടപ്പോൾ എനിക്ക് അവിടെ നിന്ന് ഇവിടെ നട്ട് കിട്ടി. ഞാൻ ചത്തു. ബാക്കി കാര്യങ്ങളെല്ലാം ടീമേറ്റ് നോക്കുമെന്ന് വിചാരിച്ചാണ്. അങ്ങനെ ടീമേറ്റിനും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ അടി കിട്ടി. ഇപ്പോൾ ഗായ്സ് ടീമേറ്റ് കണ്ട് ബാക്കിൽ നിന്ന് ഫൈറ്റ് എടുക്കുന്നു. അവൻ ബാക്കിൽ നിന്ന് സ്കോഡ് വരുന്നു. അവനവിടെ ഒറ്റക്ക് അവൻ അടിക്കുന്നുണ്ട്, പക്ഷെ കൊള്ളുന്നില്ല. അവർക്കിട്ട് പിന്നെയും ഗ്ലൂ അടിച്ച് പൊട്ടിച്ചവന്മാർ. ലാസ്റ്റ് അവൻ ഗ്ലൂ ഇട്ട് നല്ല അടി കിട്ടി. അങ്ങനെ അവൻ അവിടെ ക്യാമ്പ് അടിച്ചിരിക്കുകയാണ്. ബാക്കിൽ എനിമീസ് ഉണ്ട്. അങ്ങനെ ആ ഗ്ലൂ ആളും അവർ പൊട്ടിച്ചു, സ്കൈലർ ഇട്ടിട്ട്. അങ്ങനെ അവിടെ നിന്ന് അടി കിട്ടി അവന്മാർ.